അവഗണനകൾ എണ്ണിപ്പറഞ്ഞ് കേന്ദ്രത്തിനെതിരെ ജന്തർ മന്ദിറിൽ കേരളത്തിന്റെ പ്രതിഷേധ സമരം. ഇന്നത്തെ ദിനം ഫെഡറലിസത്തിന്റെ ചരിത്രത്തിൽ നിർണായകമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമരത്തിന് പിന്തുണയുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മന്നുമെത്തി. കറുപ്പണിഞ്ഞ DMK മന്ത്രിയും വേദിയിലെത്തിയതോടെ സമരവേദിയിൽ പ്രതിപക്ഷ കക്ഷികളുടെ സാന്നിധ്യം ശക്തമായി. ജന്തർ മന്ദിറിൽ നിന്ന് B ബാലഗോപാലും K അനൂപ്ദാസും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മന്ത്രിസഭയാകെയും MLA-മാരും ഡൽഹിയിൽ വന്ന് സമരം ചെയ്യുന്നു. ചരിത്രത്തിൽ അധികമൊന്നും നടന്നിട്ടില്ലാത്ത വലിയ സമരമാണ് ഇന്ന് ജന്തർ മന്ദിറിൽ നടന്നത്. എന്തായാലും വലിയ പിന്തുണയും മറ്റു പാർട്ടികളിൽ നിന്ന് ഈ സമരത്തിന് ലഭിച്ചു എന്നത് കാണാൻ പറ്റൂല്ലേ? പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു യോജിപ്പ്, ഐക്യം നമുക്കിതിൽ കാണാൻ വേണ്ടി കഴിഞ്ഞു. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പുറമെ 2 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ വേദിയിലുണ്ടായിരുന്നു. നിരവധി ദേശീയ നേതാക്കളുണ്ടായിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ പ്രതിനിധിയായിട്ട് അവിടുത്തെ ഒരു മന്ത്രി പളനിവേൽ ത്യാഗരാജൻ എത്തിയിരുന്നു. തമിഴ്നാട്ടിലെ തന്നെ മറ്റു 2 കക്ഷികളും ഉണ്ടായിരുന്നു. നാഷണൽ കോൺഫറൻസ്, ചുരുക്കം പറഞ്ഞാൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഒരു പല സംസ്ഥാനങ്ങളുടെയും പ്രാതിനിധ്യം. ഒരുപക്ഷെ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഇതിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ ഇതൊരു മിനി അല്ലെങ്കിൽ ഒരു ഇന്ത്യ സഖ്യത്തിന്റെ ഒരു പ്ലാറ്റ്ഫോമായി മാറിയേനെ. പക്ഷെ അതിലുള്ളൊരു പ്രശ്നം, CPM വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസ് പങ്കെടുത്തില്ല, അവർ പങ്കെടുക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പോഴുള്ളൊരു വിഷയം, ഇന്ത്യ സഖ്യം ആയിരുന്നിട്ട് കൂടി ഭാരത് ജോഡോ യാത്രയുടെ സമാപന പരിപാടിയിൽ അവിടെ ശ്രീനഗറിൽ പങ്കെടുത്തിട്ടില്ല CPM. അത് അവരുടെ പാർട്ടി പരിപാടിയാണെന്നാണ് CPM പറഞ്ഞത്. ആ നിലപാട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ. ഞാൻ ഇന്ന് KC വേണുഗോപാലുമായി ഇക്കാര്യം സംസാരിച്ചിരുന്നു. KC ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും അടിയുറച്ചു നിൽക്കുന്ന കോൺഗ്രസും CPM എന്നുള്ള 2 കക്ഷികളാണെങ്കിൽ പോലും പിണറായി വിജയനെതിരെ ശക്തമായ രാഷ്ട്രീയ വിമർശനമാണ് ഉന്നയിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഈ ഇന്ത്യയിലെ ഈ NDA മുഖ്യമന്ത്രിമാർക്ക് കിട്ടുന്ന അതേ പരിഗണന ലഭിക്കുന്ന, മോദിയിൽ നിന്ന് പരിഗണന ലഭിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നാണ്. അതിനു പുറമെ ഈ NDA ഇതര മുഖ്യമന്ത്രിമാരിൽ ഇത്രയും കേസൊക്കെ ഉണ്ടായിട്ടും സ്വൈരമായി കിടന്നുറങ്ങുന്ന ഏക മുഖ്യമന്ത്രി ഉള്ള ഒരു പരാമർശവും KC വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അനൂപിന് ആ പ്രസംഗം കേട്ടിട്ട് പിണറായി വിജയന്റെ പ്രസംഗം പൂർണ്ണമായും കേട്ടതാണ്. ഒരു ശ്രദ്ധേയമായ അല്ലെങ്കിൽ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത പോയിന്റ് ഏതാണ്? സ്ട്രൈക്ക് ചെയ്ത വാക്ക് എന്ന് പറയുന്നത് ഗവർണർക്കെതിരെ പറഞ്ഞതാണ്. ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും ഗവർണർ ഇത്രയും അടുത്ത് നിന്നുകൊണ്ട് പിണറായി വിജയൻ ഇത്രയും വലിയൊരു ഒരു ഡയറക്റ്റ് അറ്റാക്ക് ഗവർണർക്കെതിരെ നടത്തിയത് എന്ന് വേണം തോന്നേണ്ട. അരവിന്ദ് കെജ്രിവാളിന്റെയും ഭഗവന്ത് മാന്റെയും പ്രസംഗവും അതുപോലെ പ്രധാനപ്പെട്ടതാണ്. കാരണം രാജ്യത്തെ ഫെഡറലിസം നേരിടുന്ന ഒരു പ്രതിസന്ധി, അത് ഒരു സംസ്ഥാനത്തിനെ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളെയും ഈ ബാധിക്കുന്ന ഒരു വിഷയമാണ്. വളരെ പ്രധാനമാണത്. പ്രത്യേകിച്ച് ഭഗവത് മാൻ ആളിക്കത്തി പ്രസംഗിച്ചപ്പോൾ പക്വതയോടുകൂടി വിഷയങ്ങൾ വിവരിക്കുകയായിരുന്നു കെജ്രിവാൾ ചെയ്തത്. ഫാറൂഖ് അബ്ദുള്ളയുടെ പ്രസംഗവും കേട്ടിരിക്കുന്ന ആളുകൾക്ക് കേന്ദ്രവിരുദ്ധ വികാരം ഉണർത്തുന്ന തരത്തിലുള്ളതായിരുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ അവസാനം പ്രസംഗം അദ്ദേഹം കൺക്ലൂഡ് ചെയ്ത് വളരെ പൊയറ്റിക് ആയിട്ടാണ്. നമ്മൾ ഇരിക്കുന്നിടത്ത് നാളെ അവരിരിക്കേണ്ടി വരും, ഇന്ന് അവരിരിക്കുന്നിടത്ത് നാളെ ഞങ്ങൾ ഇരിക്കും. കാരണം ഇന്നലെ നമ്മളടുത്ത് ഈ സംസ്ഥാനത്തെ 3 മന്ത്രിമാർ, 3 പേരും ലോക്സഭയിൽ, നേരത്തെ ഒരാൾ ലോക്സഭയിലും 2 പേര് രാജ്യസഭയിലും വളരെ സജീവമായി ഇടപെട്ടിരുന്നതാണ്. അവരൊക്കെ പറഞ്ഞതുപോലെ ഇതിനൊരു മെസ്സേജ് കൊടുക്കുക എന്നുള്ള അത് ഈ സമരം പറ്റി. ഓക്കെ, ആ സന്ദേശം നൽകാൻ കേന്ദ്ര സർക്കാരിന് നൽകാനും രാജ്യത്താകമാനമുള്ള പല സർക്കാരുകൾക്ക് നൽകാനും പറ്റി എന്നത് നമ്മൾ കാണേണ്ട വിഷയം തന്നെയാണ്.